നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹം നടന്നത്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം പങ്കെടുത്ത ലളിതമായ ഒരു ചടങ്ങായിരുന്നു അശ്വിന്റെയും ദിയയുടെയും വിവാഹം. ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. ദിയയുടെ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ലഭിച്ചത് ചേച്ചി അഹാനയ്ക്കാണെന്നാണ് ആരാധകരുടെ അഭിപ്രായം. ദിയയുടെ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ അഹാനയുടെ വിവാഹത്തെ പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലെങ്ങും. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ചില ചിത്രങ്ങളാണ് ഇത്തരം അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഛായാഗ്രാഹകൻ നിമിഷ് രവിക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് വലിയ രീതിയിൽ വൈറലായത്. വിവാഹ വേഷത്തിൽ ഇരുവരും നിൽക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഫോട്ടോസാണ് പ്രചരിച്ചത്. അഹാനയും നിമിഷും വിവാഹിതരായി എന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നുമെല്ലാമാണ് പ്രചരിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഈ സംഭവങ്ങളിൽ വ്യക്തത വരുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് നിമിഷ് രവി. തന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നും തന്റെ അടുത്ത സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹമായിരുന്നു എന്നുമാണ് നിമിഷ് ഇൻസ്റ്റഗ്രാമിലൂടെ പറഞ്ഞത്. ഈ ഫോട്ടോ പങ്കുവച്ചതിന് പിന്നാലെ നിമിഷിന് വിവാഹ ആശംസകൾ നേർന്ന് മെസ്സേജുകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നിമിഷ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. തന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നും ആരുമായും വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലെന്നും നിമിഷ് രവി പറഞ്ഞു. അഹാനയും നിമിഷും കുട്ടിക്കാലം മുതലേ അടുത്ത സുഹൃത്തുക്കളാണ്. ഇരുവരും ഒന്നിച്ചായി ഹ്രസ്വ ചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അഹാന കൃഷ്ണ നായികയായ ലൂക്കയുടെ ഛായാഗ്രാഹകൻ നിമിഷായിരുന്നു. റോഷാക്ക്, കുറുപ്പ്, കിങ് ഓഫ് കൊത്ത തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രാഹകൻ നിമിഷാണ്. അഹാനയുടെ പിറന്നാളിന് നിമിഷ് ആശംസ അറിയിച്ച് പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് പിന്നാലെയാണ് ഇരുവരും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നത്. ദിയയുടെ വിവാഹത്തിന് വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിമിഷ് എത്തിയതോടെ ഈ കുടുംബവുമായി നിമിഷിന് വളരെ അടുത്ത ബന്ധം ഉണ്ടെന്ന കാര്യം ഉറപ്പായി എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അതേസമയം സെപ്റ്റംബർ 5-നായിരുന്നു അഹാന കൃഷ്ണയുടെ അനിയത്തി ദിയ കൃഷ്ണയുടെ വിവാഹം നടന്നത്. ഏറെക്കാലം ദിയയുടെ സുഹൃത്തായിരുന്ന അശ്വിൻ ഗണേശ് ആയിരുന്നു വരൻ. ഇരുവരും ആഗ്രഹിച്ചതുപോലെ വളരെ ലളിതമായിട്ടാണ് താരവിവാഹം നടന്നത്. താരകുടുംബവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിലൂടെയാണ് ഇരുവരും കല്യാണം കഴിച്ചത്. തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദിയയുടെ വരനായ അശ്വിൻ. കുടുംബത്തോട് വളരെ അടുത്ത അതിഥികൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക, നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങിയവർ വിവാഹത്തിന് എത്തിയിരുന്നു. പതിവ് മലയാളി വധു ലുക്കിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ലുക്കിലാണ് ദിയ തന്റെ വിവാഹത്തിനായി അണിഞ്ഞൊരുങ്ങിയത്. നയൻതാരയുടെ വിവാഹ ലുക്കാണ് ദിയ തിരഞ്ഞെടുത്തത്. ഐവറി നിറത്തിലുള്ള സാരിയായിരുന്നു ദിയയുടെ വിവാഹ വേഷം. പിങ്ക് നിറത്തിലുള്ള ബോർഡറും സീക്വൻ വർക്കുകളും സാരിയുടെ ചാരുത വർദ്ധിപ്പിച്ചു. ഒരുപാട് ആഭരണങ്ങളില്ല, പകരം 2 വലിയ മാലകളാണ് ധരിച്ചിരിക്കുന്നത്. തലയിൽ ഒരു ക്രീം കളർ ദുപ്പട്ടയും അണിഞ്ഞിരുന്നു. വരനായ അശ്വിൻ ഗണേശ് തമിഴ് ലുക്കിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഐവറി നിറത്തിലുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു അശ്വിന്റെ വേഷം. വിവാഹത്തിനെത്തിയ അതിഥികളെല്ലാം പിങ്ക് നിറത്തിലുള്ള ഔട്ട്ഫിറ്റുകളാണ് ധരിച്ചത്. സഹോദരിയും നടിയുമായ അഹാന സാരി ധരിച്ചപ്പോൾ ഇഷാനിയും ഹൻസികയും ധാവണിയും അണിഞ്ഞു.